ആണ് നമുക്കൊന്ന് കാണുവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലിമ്പിൻ പുളി എല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ അതിൽ നിന്ന് കുറച്ച് പുളി പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു സൂത്രം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്ക് അച്ചാറിടാൻ മാത്രമല്ല, അച്ചാറിടാൻ വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. പക്ഷേ അതിനെയൊക്കെക്കാൾ ഉപരി നമുക്കിതുകൊണ്ട് മറ്റൊരു ഉപകാരം കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മളുടെ പൊന്നൂസ് വേൾഡ് ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഇച്ചിരി ഇതുണ്ട്, ഇത്രയും പുളി ഞാൻ പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ്ട് മിക്സിയിൽ അടിച്ച് നമ്മുടെ ഇലിമ്പൻ പുളിയുടെ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പഴയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതാണ്ട് ജ്യൂസ് ശകലം തരി കിടന്നാലും വിഷയമില്ല, അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് കൊച്ചു കൊച്ചു കഷ്ണം വല്ലതും അരയാതെ കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം. മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതിൻ്റെ ഇരട്ടി വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആ വെള്ളം ഒഴിച്ച ആ മിശ്രിതം നമ്മൾ ഹീറ്ററിലോട്ട് ചെറുതായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളക്കിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ദാണ്ടേ ഒരു നുള്ള് നമ്മളുടെ ഏതെങ്കിലും ഒരു സോപ്പ് വാട്ടർ, ഒരു സ്പൂൺ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഉജാലയുടെ പൗഡറാണ്, ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ദാണ്ടേ ഇത്രയും ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. വേണ്ടേ അതുപോലെ തന്നെ ദാണ്ടേ ഇത്രയും ഉപ്പും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ദാണ്ടേ കണ്ടില്ലേ, നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പഴയ പാത്രം വേണം, നമ്മൾ പാചകം ചെയ്യുന്ന പാത്രം ഉപയോഗിക്കരുത്. ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്, അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടേ നല്ലതുപോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത്രമാത്രം ചെയ്താൽ മതി. ഇനി ഇതുകൊണ്ടുള്ള ഒരു സൂപ്പർ ട്രിക്ക് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് കണ്ടോ, നമ്മളുടെ ബാത്റൂമിലാണ്. അതാണ്ടേ ബാത്റൂമിൻ്റെ ഫ്ലോർ ടൈലിലും വാൾ ടൈലിലും ഒക്കെ കറ പിടിച്ചിരിപ്പുണ്ട്. അപ്പം ഇതൊന്ന് നമ്മളുടെ ഈ ലോഷൻ ഉപയോഗിച്ച് ഒന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, ഇതാണ്ടേ നമ്മളുടെ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കണ്ടില്ലേ, കണ്ടില്ലേ നമ്മളുടെ ആ എല്ലാ കറയും, എത്ര പഴകിയ കറയും ടൈലിനകത്ത് ഇടയ്ക്ക് പിടിച്ചിരിക്കുന്ന എല്ലാ കറയും നല്ല വൃത്തിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഹാർപ്പിക്കോ ലോഷനോ എന്തോ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അതോടൊപ്പം നിങ്ങൾ ഇതുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. എത്ര പഴകിയ മഞ്ഞക്കറയോ മറ്റെന്തെങ്കിലും അഴുക്കോ എന്ത് പിടിച്ചാലും നല്ല നീറ്റായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. യാതൊരു ചിലവുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ കണ്ടില്ലേ, മൊത്തം ഭിത്തി ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പം എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മറ്റൊരു ഉപകാരം കൂടിയുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളുടെ ക്ലാവ് പിടിച്ച വിളക്ക്, അഴുക്കായിട്ടിരിക്കുന്ന ക്ലാവ് പിടിച്ച വിളക്ക് ഇത് വെച്ച് ഈ ലോഷൻ വെച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കി നല്ല പുതുപുത്തൻ പോലെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.